ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള കോൾഡ് കേസിൽ അനിലേട്ടന് വേണ്ടി ഞാനാണ് ശബ്ദം കൊടുത്തത്. അയ്യോ, അത് കണ്ടുപിടിക്കത്തേ ഇല്ലേ. ശരിക്കും പറയാം, ഈ പടം വീട്ടിൽ കാണുമ്പോഴേ ഞാനും ഇളയ മോനും തമ്മിൽ തർക്കമായിരുന്നു. ഞാൻ പറയും, ഈ പടത്തിന്റെ ഡബിങ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് പുള്ളി മരിച്ചത്, ഇത് പുള്ളിയുടെ വോയിസ് ആണ്. കാര്യം എൻ്റെ കൂടെ പാവാടയിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചത്, അതുകൊണ്ട് പുള്ളി തന്നെയാണ് അന്നും അല്ലെന്ന് പറഞ്ഞു. അവൻ ഒരു 1000 രൂപ ബെറ്റ് വയ്ക്കുകയും പരിപാടിയൊക്കെ ചെയ്തു. ഈ എപ്പിസോഡ് വരുമ്പോൾ TV ഓഫ് ചെയ്ത് വയ്ക്കും. അല്ലേ, വേറെ വഴിയില്ല. ചേട്ടൻ്റെ 1000 പോകും, എൻ്റെ 1000 പോകും. ഒന്നാമത് കോവിഡ് സമയം 1000 എടുക്കാനില്ല. രാജേട്ടൻ പറഞ്ഞല്ലോ പാവാട. അപ്പൊ പാവാടയിൽ ആ തുടക്കത്തില് അനിലേട്ടൻ വരുന്നുണ്ട് ഒരു കള്ള് കുടിയനായിട്ട്. ആ ഡയലോഗ് അവതരിപ്പിക്കാം. നമസ്കാരമുണ്ട്. ഞാൻ ഈ സിനിമയ്ക്കകത്തെ കഥാപാത്രമൊന്നുമല്ല കേട്ടോ. ഈ സിനിമ ഇടുന്നതിന് മുമ്പും ഇടയ്ക്കിടയ്ക്കായി കഥ പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഈ വലിയ വലിയ സിനിമകളിലൊക്കെ ശ്രീനിവാസൻ സാറും രഞ്ജിത്ത് സാറും ഒക്കെ ഈ കഥ പറച്ചിൽ ഏർപ്പാട് നടത്താറ്. ഉദാഹരണത്തിന് മീശമാധവൻ എന്ന സിനിമയിൽ രഞ്ജിത്ത് സാറ് പറഞ്ഞ ആ ഡയലോഗില്ലായോ, അത് കേൾക്കുമ്പോ തന്നെ ഒരു ഇതാ. ഞാനാട്ടോ ഈ സിനിമയിലെ കഥാപ്രസംഗം നടത്തുന്നത്. അതിന് നീ ആരാടാവേ, നിനക്കെന്നതാ എൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാ ഈ വെള്ളക്കല്ല് ഷാപ്പിലെ പറ്റുപണിക്കാരന് എന്നതാ യോഗ്യത?